നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയല്ലെന്ന് CPI വ്യക്തമാക്കി കഴിഞ്ഞെന്ന് CPI നേതാവ് കെ രാജൻ. ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന് കാരണമെന്ന അഭിപ്രായവും CPIക്കില്ല. തിരുത്തലുകൾ വരുത്തിയും പഠിച്ചും ഇടതുപക്ഷ മുന്നണി തിരിച്ചുവരുമെന്നും കെ രാജൻ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ച ജനങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ബോധ്യപ്പെട്ടതായും കെ രാജൻ. മലമ്പുഴയിലെയും ഒറ്റപ്പാലത്തെയും UDF സ്ഥാനാർത്ഥികൾ 1.5 മാസക്കാലത്തെ UDF പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ വില കുറച്ചു കാണരുതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KS ജയഘോഷ്. 2 മണ്ഡലത്തിലെയും തോറ്റ UDF സ്ഥാനാർത്ഥികൾക്ക് പരാതികൾ പറയാൻ പാർട്ടി വേദികളുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞതിനോട് യോജിക്കുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടു. 22ാം വാർഷികത്തിന്റെ ഭാഗമായി മെയ് 9, 10 തീയതികളായി ഷൊർണൂരിൽ 2 പ്രമുഖ നാടകങ്ങൾ അവതരിപ്പിക്കും. പ്രഭാതത്തിന്റെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ തികഞ്ഞ ചാരിതാർത്ഥ്യമാണ് ഉള്ളതെന്ന് ട്രസ്റ്റ് ചെയർമാൻ MR മുരളി. വാർത്തകൾ വിശദമായി. നിയമസഭാ പരാജയത്തിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയല്ലെന്ന് CPI വ്യക്തമാക്കിയതായി കെ രാജൻ. പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായി ഏറ്റെടുക്കാൻ CPI തയ്യാറല്ല. ഭരണവിരുദ്ധ വികാരമാണ് LDFന്റെ പരാജയത്തിന് കാരണമെന്ന് അഭിപ്രായവും CPIക്കില്ലെന്നും കെ രാജൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 59-ലെ വിമോചന സമരത്തിന് തുല്യമായ നിലയിലുള്ള പ്രവർത്തനം സർക്കാരിനെതിരെ നടന്നു. അത് ഏത് നിലയിൽ വളർന്നു, എവിടെ വരെ പോയി എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കും. മുന്നണിക്കെതിരെ സംഘം ചേർന്നവരുടെ ചരിത്രവും പാരമ്പര്യവും വിശകലനത്തിന് വിധേയമാക്കും. പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേർന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് LDF പ്രാഥമിക വിലയിരുത്തലുകൾ നടത്തിയത്. വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും പ്രവർത്തകർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കുമെന്നും കെ രാജൻ പറഞ്ഞു. കേവലമായ വിലയിരുത്തലുകളല്ല, തിരുത്തലുകൾ വരുത്തിയും പഠിച്ചും ഇടതുപക്ഷ മുന്നണി തിരിച്ചുവരുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ അതിൻ്റെ മുന്നണിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ തന്നെ AKG സെൻറ്ററിൽ ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടികൾ അതിൻ്റെ ഏറ്റവും താഴെ തലത്തിലുള്ള ഘടകം വരെ പാർട്ടികൾക്കകത്തുള്ളവർക്കും പ്രവർത്തകർക്കും എല്ലാം പറയാനുള്ളത് കേട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഒരു വിലയിരുത്തലിലെത്തും. അത് കേവലമായി ഒരു മിനിറ്റ് കൊണ്ടൊരു വിലയിരുത്തലിലെത്തിയാൽ അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യമല്ലാതെ പോകും. അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് തിരുത്തേണ്ടത് തിരുത്തിയും പഠിക്കേണ്ടത് പഠിച്ചും പരിശോധിച്ചും ഇതൊരു താൽക്കാലിക വിജയം മാത്രമേ ആകുന്നുള്ളൂ. മുന്നണിക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി 59-ലെ വിമോചന സമരത്തിന് തുല്യമായ വിധത്തിൽ രൂപമതല്ലെങ്കിലും അതേ സ്വഭാവത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന എല്ലാവരും ചേർന്ന് നടത്തിയ വലിയ ആക്രമണമുണ്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി ഇങ്ങനെ: 2 ദിവസം കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്നത് ജനങ്ങൾക്ക് ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനാണോ 102 സീറ്റ് UDFന് നേടിക്കൊടുത്തത് എന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും കെ രാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലമ്പുഴയിലെയും ഒറ്റപ്പാലത്തെയും UDF സ്ഥാനാർത്ഥികൾ UDF പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ വില കുറച്ച് കാണരുതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KS ജയഘോഷ് പറഞ്ഞു. ഒറ്റപ്പാലത്തെയും മലമ്പുഴയിലെയും UDF സ്ഥാനാർത്ഥികളുടെ പരാതി പറയാൻ പാർട്ടി വേദികളുണ്ടെന്നും മാധ്യമങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിനോട് യോജിക്കുന്നില്ലെന്നും KS ജയഘോഷ് പാലക്കാട്ട് പറഞ്ഞു. 2011-ലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 7000 വോട്ടിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. PK ശശിയുടെ സ്വന്തം പഞ്ചായത്തായ കരിമ്പുഴയിലെ 5, 6, 7 വാർഡുകളിൽ BJP വോട്ട് വർദ്ധിപ്പിച്ചത് PK ശശി പഠിക്കണമെന്നും ജയഘോഷ് പറഞ്ഞു. ഒറ്റപ്പാലത്തെയും മലമ്പുഴയിലെയും UDF സ്ഥാനാർത്ഥികളുടെ പരാതികൾ പറയാൻ പാർട്ടി വേദികളുണ്ട്. മാധ്യമങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിനോട് താൻ യോജിക്കുന്നില്ലെന്നും KS ജയഘോഷ് പറഞ്ഞു. പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ വില കുറച്ച് കാണുന്നതിൽ വേദനയുണ്ട്. പരാജയം സംബന്ധിച്ച് കൃത്യമായി പഠിക്കുകയും പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്നും KS ജയഘോഷ് പറഞ്ഞു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനേക്കാൾ 7000 വോട്ടിൻ്റെ വർധനവാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ടിൽ കഴിഞ്ഞ 2021-ലെ തെരഞ്ഞെടുപ്പിനേക്കാൾ 2026-ലെ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ട് കുറവുണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പ്രസ്ഥാനവും തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയങ്കരനായ ഒറ്റപ്പാലത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയോട് പറയുവാനുള്ളത്, അതിനെക്കുറിച്ച് അദ്ദേഹം കൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തിലെ ബൂത്ത് കരിമ്പുഴ പഞ്ചായത്തിലെ 5, 6, 7, 8 ബൂത്തുകളാണ് അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തിലെ ബൂത്തുകൾ.
ആ ബൂത്തുകളിൽ കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പിനേക്കാൾ BJPക്ക് കുറച്ച് വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാൻ ഒരു അന്വേഷണ കമ്മീഷൻ്റെയും സഹായമില്ലാതെ അദ്ദേഹത്തിന് തന്നെ സാധിക്കും. അത് പരിശോധിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, 2 സ്ഥാനാർത്ഥികൾക്കും അത്തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് പറയുവാനുള്ള പാർട്ടി ഫോറം അല്ലെങ്കിൽ മുന്നണിയുടെ ഫോറം ഈ 2 കാൻഡിഡേറ്റിനും ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു പറയേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും ചെറുതായി കാണുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് വളരെ വേദനാജനകമാണ് എന്ന് പറയാൻ വ്യാസനം. CPM വിരുദ്ധ വോട്ട് കിട്ടിയിട്ടും എലപ്പുള്ളി, പുതുശ്ശേരി തുടങ്ങിയ UDF കേന്ദ്രങ്ങളിൽ വേണ്ടത്ര വോട്ട് കിട്ടില്ലെന്ന UDF സ്ഥാനാർത്ഥിയുടെ പരാതി പാർട്ടി ഫോറത്തിലാണ് പറയേണ്ടത്. വോട്ട് കുറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവർ വോട്ട് കൂടിയ കാര്യം കൂടി പറയണമെന്നും KS ജയഘോഷ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. 22ാം വാർഷികത്തിന്റെ ഭാഗമായി മെയ് 9, 10 തീയതികളിലായി ഷൊർണൂർ KVR സ്കൂളിൽ പ്രമുഖ 2 നാടകങ്ങൾ സംഘടിപ്പിക്കും. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ തികഞ്ഞ ചാരിതാർത്ഥ്യമാണുള്ളതെന്ന് പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി പറഞ്ഞു. ഒരു കലാസാംസ്കാരിക വേദി എന്ന നിലയ്ക്ക് 2004 ആദ്യമായി ഷൊർണൂരിൽ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്നതിന്റെ പ്രവർത്തനം 22 വർഷം പൂർത്തിയാകുന്നു. സാംസ്കാരിക സാമൂഹ്യ സേവന രംഗത്ത് വ്യത്യസ്തവും ശ്രദ്ധേയവുമായ നിരവധി പ്രവർത്തനങ്ങളാണ് പ്രഭാതത്തിന്റെ മുഖമുദ്ര. നിർധനരും അനാഥരുമായ വയോധികർക്ക് സംരക്ഷണം നൽകുന്ന അഭയം, സ്വന്തം വീടുകളിൽ കഴിയുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വയോധികർക്കുള്ള സഹായ പദ്ധതിയാണ്. തീരെ നിർധനരായവർക്കുള്ള ഡയാലിസിസ് ചികിത്സാ സഹായം, മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം തുടങ്ങി വിവിധ പദ്ധതികൾ പ്രഭാതം ട്രസ്റ്റിന്റെ ഭാഗമാണ്. ഓരോ നല്ല വ്യക്തിത്വങ്ങളുടെയും നിസ്സീമമായ സഹായങ്ങളാണ് പ്രഭാതത്തിന്റെ ഓരോ പദ്ധതികളെയും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇതുവരെയുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും ഹൃദയം നിറഞ്ഞ നന്ദിയും MR മുരളി അറിയിച്ചു. ജീവകാരുണ്യ മേഖലയിൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 22 വർഷത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ തികഞ്ഞ ചാരിതാർത്ഥ്യമാണുള്ളതെന്ന് ചെയർമാൻ MR മുരളിയും സെക്രട്ടറി MB രതീഷ് കുമാറും പറഞ്ഞു. ഷൊർണൂർ പ്രഭാതം രൂപീകൃതമായിട്ട് 22 വർഷം തികയുകയാണ്. 2004 പ്രഭാതത്തിൻ്റെ പ്രവർത്തനം ഷൊർണൂരിൽ ആരംഭിക്കുന്നത്. ഒരു സാംസ്കാരിക വേദി എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളോടൊപ്പം, സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടി കാര്യമായ നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രഭാതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഭാതത്തിന് കീഴിൽ അഭയം എന്ന പേരിൽ വയോജന സംരക്ഷണ കേന്ദ്രവും വൃദ്ധജനങ്ങൾക്ക് വേണ്ട മറ്റ് സാധ്യമാകുന്ന നിലയിലുള്ള പരിപാലനവും, നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായവും, നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായവുമെല്ലാം കഴിയുന്ന നിലയിൽ പ്രഭാതം അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ചെയ്തു വരികയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികം കാലത്തെ പ്രവർത്തനങ്ങളെ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് തികഞ്ഞ ചാരിതാർത്ഥ്യമാണുള്ളത്. ഒന്നാമത്തെ കാര്യം, 2 പതിറ്റാണ്ടിലധികം കാലം ഈ പ്രസ്ഥാനം നിലനിന്നു. 22ാം വാർഷികത്തിന്റെ ഭാഗമായി മെയ് 9, 10 തീയതികളിലായി ഷൊർണൂർ KVR ഹൈസ്കൂളിൽ 2 പ്രമുഖ നാടകങ്ങൾ അവതരിപ്പിക്കും. 9 ശനിയാഴ്ച വൈകിട്ട് 6 ഒറ്റമുറിയിലെ പെണ്ണ് എന്ന നാടകവും 10 വൈകിട്ട് 6 ഗാന്ധി എന്ന നാടകവുമാണ് അരങ്ങിലെത്തുകയെന്നും MR മുരളി പറഞ്ഞു. എല്ലാ വിഭാഗം ആളുകളുടെയും നല്ല നിലയിലുള്ള പങ്കാളിത്തം ഓരോ പ്രവർത്തനങ്ങളിലുമുണ്ട്. 22ാം വാർഷികത്തിൻ്റെ ഭാഗമായി മെയ് മാസം 9, 10 തീയതികളിലായി ഷൊർണൂർ KVR സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികൾ നടക്കുകയാണ്. 9-ാം തീയതി വൈകുന്നേരം ആരംഭിക്കും. ഇത്തവണ വാർഷികത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ 2 പ്രമുഖ നാടക സമിതികളുടെ ഏറ്റവും പുതിയ 2 നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അഭയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഇനിയും കൂടുതൽ ആളുകളിലേക്ക് സേവനം എത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം വാഹനാപകടം. യുവതി ഓടിച്ചിരുന്ന സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരുക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം.
വെള്ളിയാഴ്ച രാവിലെ 10:30 കൂടിയായിരുന്നു അപകടം നടന്നത്. ചെറുതുരുത്തി ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത്. യുവതി ഓടിച്ചിരുന്ന സ്കൂട്ടറും കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പള്ളിക്കര സ്വദേശിയായ 48 വയസ്സുള്ള യുവതിയെ കാലിലും ദേഹത്തും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദ്യം ചെറുതുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് തുടർ ചികിത്സയ്ക്കായി ആംബുലൻസിൽ യുവതിയെ വടക്കാഞ്ചേരിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരിയിൽ യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി മംഗലം മഠത്തിൽ വളപ്പിൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ 45 വയസ്സുള്ള ജയന്തിയാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 11:30 വടക്കാഞ്ചേരിയിൽ യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി മംഗലം മഠത്തിൽ വളപ്പിൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ 45 വയസ്സുള്ള ജയന്തിയാണ് മരിച്ചത്. വടക്കാഞ്ചേരി മുസ്ലിം പള്ളിക്ക് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിലായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ മുളങ്കന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രോഗപ്രതിരോധ രംഗത്തും ശുശ്രൂഷ രംഗത്തും അക്യുപഞ്ചർ ചികിത്സാ രീതിക്ക് പ്രാമുഖ്യം ഏറി വരികയാണെന്ന് IAPA ഭാരവാഹികൾ പറഞ്ഞു. ചിലവ് കുറഞ്ഞതും അതിവേഗം രോഗമുക്തമാവുകയും ചെയ്യുന്നതാണ് അക്യുപങ്ക്ചർ ചികിത്സയെ ആകർഷണമാക്കുന്നതെന്നും ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മനുഷ്യ ശരീരത്തിലെ ക്രമവ്യത്യാസമാണ് പല രോഗങ്ങളെയും ക്ഷണിച്ചു വരുന്നത്. ഒരിക്കലും മാറില്ലെന്ന് കരുതിയ അസുഖങ്ങളും അക്യുപഞ്ചർ ചികിത്സയിലൂടെ മാറ്റിയിട്ടുണ്ട്. വർത്തമാനകാലത്തിൽ അസുഖത്തെ അകറ്റി നിർത്തുന്നതിനാണ് പ്രാധാന്യം. ഇക്കാര്യത്തിൽ കൃത്യമായ അവബോധവും ആവശ്യമാണ്. രോഗം വരുന്ന കാരണങ്ങൾ, രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്നിവ അടുത്തറിയുന്നതിനായി മെയ് 9 ലീഡ് കോളേജിൽ എജ്യുമീറ്റ് നടത്തും. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 500 പേർ മീറ്റിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 10 വർഷത്തിലധികമായി ഇന്ത്യൻ അക്യുപങ്ക്ചർ അസോസിയേഷൻ ഈ അസോസിയേറ്റ് ചികിത്സകർ അക്യുപങ്ക്ചർ ചികിത്സകരാണ്. അക്യുപങ്ക്ചർ ചികിത്സ മാത്രം ചെയ്യുന്ന ചികിത്സകരാണ്. നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ചികിത്സകളുണ്ടെങ്കിലും പല ചികിത്സകരും ഒട്ടേറെ ചികിത്സകൾ ചേർത്ത് മിക്സ് ചെയ്ത് ചികിത്സിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നതെങ്കിൽ പഴയ കാലത്ത് ആയുർവേദമായാലും സിദ്ധ വൈദ്യമായാലും ഹോമിയോപ്പതി ആയാലും അതുപോലെയുള്ള പഴയകാല ചികിത്സ പരിശോധിക്കുമ്പോൾ അവർ ആ ഒരു ചികിത്സ മാത്രം ഫോളോ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ ചികിത്സകളും കലർത്തി ചികിത്സിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചികിത്സാ മേഖലയിൽ കാണാൻ കഴിയുന്നത്. അതിന് പകരം ഒരു ജീവിതശൈലി ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട്, രോഗികളെ പഠിപ്പിച്ചുകൊണ്ട്, ജീവിത രീതി ചിട്ടപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ സുഖപ്പെടുത്താനും ജീവിതശൈലി രോഗമില്ലാതെ ജീവിക്കാനുള്ള ഒരു പഠനം, ഒരു ജീവിത രീതി പഠിപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിന് വലിയ നേട്ടമുള്ളതായി കാണാൻ കഴിയും. വാർത്താ സമ്മേളനത്തിൽ അക്യു മാസ്റ്റർ സെയ്ദ് അക്രം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് OK സുനിൽ, അക്യു മാസ്റ്റർമാരായ ഖമറുദ്ദീൻ കൗസരി, സലീന കാസിം, അൽത്താഫ് മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ തയ്യാറെടുത്ത് ഷൊർണൂരിലെ ആര്യഞ്ചിറ UP സ്കൂൾ. വിദ്യാലയ പ്രവർത്തനങ്ങളെ മികവിലേക്ക് എത്തിക്കാൻ ചെയ്യാവുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ആര്യഞ്ചിറ UP സ്കൂൾ. അധ്യാപക, അനധ്യാപകർ, PTA, MPTA, SSG, പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നിവർ ചേർന്ന് വിദ്യാലയ പ്രവർത്തനങ്ങളെ മികവിലേക്ക് എത്തിക്കാൻ ചെയ്യാവുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. ഇതിന്റെ ഭാഗമായി റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ A രാജേന്ദ്രൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. പൊതു സ്കൂളുകൾ നന്നാവണം. ഈ പൊതു സ്കൂളൊക്കെ നല്ലതാണ്. ഞാൻ ആദ്യം തൊക്കെ പറഞ്ഞു പൊതു സ്കൂളുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, പൊതു സ്കൂളുകളൊക്കെ ഗംഭീരമാണ്, അതാണ് ഉണ്ടാവേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതിനനുസരിച്ച് ഈ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ പൊതു സ്കൂളുകൾ വളർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി തിരിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ പൊതു സ്കൂളുകൾ ഈ ലക്ഷ്യത്തിലേക്ക് വളർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മികച്ച സ്കൂളുകൾ നമുക്ക് ഉണ്ടാവേണ്ടത്. ആദ്യം ചർച്ച ചെയ്യുന്നത് എന്താണ് മികവ്. മികവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഒരു എല്ലാവരും ഒന്ന് മാഷ് പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. നല്ലതാണ്. നിങ്ങൾ കൂടി കൂടുമ്പോൾ നമുക്കൊരു ചർച്ചയായിട്ട് കൂടാം. അപ്പൊ എല്ലാവരും അവരും പറഞ്ഞ കാര്യം എന്താണ് മികവ് എന്ന് പറഞ്ഞാൽ, അക്കാദമികമായിട്ടുള്ള മികവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കോൺസെപ്റ്റ്, മനസ്സിലുള്ള ഒരു ആശയം എന്താണ്, വിഷൻ എന്താണ്? ഇപ്പൊ നമ്മൾ വിഷൻ സ്വഭാവം നന്നാവണം. അത് വേറെ ഏരിയയാണെങ്കിൽ പോട്ടെ, സ്വഭാവം നന്നാവണം. ഓക്കെ. പിന്നെ ജയിക്കാനുള്ള അർഹത എന്താ? മിനിമം ആയിട്ടുള്ള 30% മാർക്കെങ്കിലും എല്ലാ കുട്ടിക്കും കിട്ടണം.
ഇതാണ് ഇപ്പോൾ പറയുന്നത്. 30% കുട്ടിയെ കിട്ടിയിട്ട് മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക്. പ്രധാനാധ്യാപകൻ എസ് ശാന്തിലാൽ, PTA പ്രസിഡന്റ് പി ദിവ്യ, മാനേജർ എ ആനന്ദ്, കെ അശോകൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ, കെ മുഹമ്മദ് ഷിയാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനൊരുങ്ങി കെ സച്ചിദാനന്ദൻ. രാജി ഉടൻ ഉണ്ടായേക്കുമെന്ന് ഫേസ്ബുക്ക് കമന്റിലൂടെ സൂചന നൽകി. LDFന്റെ പരാജയത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. LDF പരാജയത്തെ സംബന്ധിച്ചും കവിയുടെ കുറിപ്പ്. ഇടതുപക്ഷത്തെ മനുഷ്യർ തന്നെയാണ് ഇത് ഇടതുപക്ഷം അല്ലാതായി എന്നറിഞ്ഞ് ആ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്ത്. അത് സത്യസന്ധരായ നേതാക്കൾ സമ്മതിച്ചിട്ടുമുണ്ട്. രണ്ട് വലതുപക്ഷ കക്ഷികൾ തമ്മിലായിരുന്നു മത്സരം എന്ന് എല്ലാം ശരിയായ ഇടതുപക്ഷക്കാരും തിരിച്ചറിഞ്ഞു. ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമോ എന്നത് പാർട്ടികൾ നടത്തുന്ന ആശയപരവും വർഗപരവുമായ അഴിച്ചുപണിയെ ആശ്രയിച്ചിരിക്കുന്നു. തുടർ ഭരണവുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദൻ അഭിപ്രായം പറഞ്ഞത് നേരത്തെ വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അപൂർവ രോഗത്താൽ ചികിത്സയിൽ കഴിയുന്ന ഷൊർണൂർ 5-ാം വാർഡ് പരിയാനംപറ്റ പ്രദേശത്ത് താമസിക്കുന്ന 8 വയസ്സുകാരനായ കാശിനാഥിന്റെ ചികിത്സാധന സമാഹരണാർത്ഥം BJP 5-ാം വാർഡ് കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തി. വാർഡ് കൗൺസിലർ നിഷ ശശികുമാർ തുക കുട്ടിയുടെ അമ്മയ്ക്ക് കൈമാറി. BJP കുളപ്പള്ളി ഏരിയ ജനറൽ സെക്രട്ടറി റീനു റാം, KR റിജു, രഞ്ജിത്ത്, കൃഷ്ണനുണ്ണി, ഉമേഷ് ചക്കത്ത്, രവി കോങ്ങാളംകോട്ടിൽ, സുനിൽ മുല്ലയ്ക്കൽ, പ്രസാദ്, രജീഷ്, മണികണ്ഠൻ, സന്തോഷ്, അജിൻ, വിപിൻ, രാജേഷ് വെള്ളോത്ത്, വിശാഖ്, ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി. കാശിനാഥിന്റെ ചികിത്സയ്ക്ക് ഭീമമായ തുക ആവശ്യമാണെന്നും ഇതിനായി വേണ്ടതെല്ലാം ചെയ്യുമെന്നും റീനു റാം അറിയിച്ചു. അതിരപ്പിള്ളിയിൽ വനം വകുപ്പിന്റെ വാഹനം കാട്ടാന ആക്രമിച്ചു. പുറകിൽ വന്നിരുന്ന യാത്രക്കാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. പ്ലാന്റേഷൻ റോഡിൽ വെച്ച് രാത്രിയിലായിരുന്നു സംഭവം. വനംവകുപ്പിന്റെ RRTയുടെ വാഹനമാണ് അയ്യപ്പൻകുട്ടി എന്ന വിളിപ്പേരുള്ള കാട്ടാന ആക്രമിച്ചത്. പതിവ് പട്രോളിങ്ങിനായി ഇറങ്ങിയതായിരുന്നു വനംവകുപ്പ് സംഘം. റോഡരികിൽ നിന്നിരുന്ന ആന വാഹനത്തിന് നേരെ പെട്ടെന്ന് പാഞ്ഞെടുത്ത് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ വാഹനത്തിന്റെ പിൻഭാഗം തകർന്നിട്ടുണ്ട്. സംഭവ സമയം RRT വാഹനത്തിന് പുറകിലായി സഞ്ചരിച്ച അയ്യമ്പുഴ സ്വദേശി സെബാസ്റ്റ്യന്റെ വാഹനത്തിന് നേരെ ആന വന്നെങ്കിലും ആക്രമിച്ചില്ല. പുറകിലായി ഉണ്ടായിരുന്ന ബൈക്ക് യാത്രക്കാരൻ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിന്റെ തീരദേശ മണ്ണിൽ തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥ തീർത്ത് യുവ കൂട്ടായ്മ. മതിലകം പുതിയകാവിലാണ് മണ്ണിലിറങ്ങിയ മൂവർ സംഘം തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി കൊയ്തത്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന മതിലകം സ്വദേശികളായ മുഹമ്മദ് നബ്ജാൻ, മാസിൻ പി സുനിൽ, തമീസ് സഹൽ എന്നിവരാണ് ആദ്യമായി നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവ് നേടിയത്. 2 മാസം മുൻപാണ് ഇവർ കൃഷിയിലേക്ക് ഇറങ്ങിയത്. നബ്ജാന്റെ വീടിനോട് ചേർന്ന ബന്ധുവിന്റെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കിയാണ് ഇവർ കൃഷി ആരംഭിച്ചത്. 2000 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. വളമായി ഗോമൂത്രവും ജൈവവളവുമാണ് നൽകിയത്. മതിലകം കൃഷിഭവന്റെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി. 60 ദിവസം പിന്നിട്ടപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചത്. കിരൺ, യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച് എന്നീ 3 വെറൈറ്റി തണ്ണിമത്തനാണ് സ്ഥലത്ത് വിളഞ്ഞു നിൽക്കുന്നത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമിത സുന്ദരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്തിലെ ശരിക്കും ഒരു അഭിമാനം തന്നെയാണ് ഇവർ 3 പേരും. ഇവർ പല ബിസിനസ്സുകളുമായി നടക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു എന്താ പറയുക, ഒരു ആവേശത്തിൽ തുടങ്ങിയ ഒരു കൃഷി നമുക്ക് നമ്മളുടെ പഞ്ചായത്തിലെ യുവ കർഷകരുടെ നിരയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള നമ്മുടെ കൃഷി വകുപ്പ് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഇവരുടെ പ്രവർത്തനം വിജയിക്കട്ടെ എന്നും മാത്രമല്ല സമയബന്ധിതമായി ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇവർക്ക് കൃഷി വിളവെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നും. ആദ്യ ശ്രമത്തിൽ തന്നെ മികച്ച വിളവ് ലഭിച്ചതോടെ കൃഷി തുടരാനാണ് മൂവരുടെയും തീരുമാനം. ഞങ്ങളൊരു 3 പേരും വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേര ചർച്ചയിൽ നമ്മൾ സുഹൃത്ത് സമീസാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെയൊരു സംരംഭം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഏരിയ ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇതിനെ യൂസേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തമീസ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ അതിന് മുന്നിട്ട് ഇറങ്ങുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മളൊരു മാർച്ച് 6-ാം തീയതി തുടങ്ങി. അതായത് മാർച്ച് 6-ാം തീയതിയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, നമുക്ക് തൈ വെക്കാൻ പറ്റിയത്. അതിനുശേഷം ഒരു 60 ദിവസത്തെ വിളവെടുപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1500 തൈ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന തൈകളാണ്. ഇത് വില്ലേജ് അഗ്രോ എന്ന് പറയുന്നത്. അതായത്
തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾക്ക് ഈ സംഭവം വന്നത്. നമ്മൾ പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ അവരാദ്യം നമുക്കൊരു 200 തരികയും അതേ ബാച്ചിലുള്ള, അതായത് അത് നെക്സ്റ്റ് ബാച്ചിൽ വന്ന ഒരു 1000 പിന്നീട് തരികയാണ് ചെയ്തത് അവർ. അപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടായിരുന്നു അവർ. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ വെറൈറ്റികളൊക്കെ മേടിച്ചിരിക്കുന്നത് ചാഴൂരിൽ നിന്നാണ്. ചാഴൂർ നമ്മൾ തൃപ്രയാർ അങ്ങോട്ട് തൃശ്ശൂർക്ക് പോകണമെങ്കിൽ ചാഴൂർ സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ ഈ വെറൈറ്റികളൊക്കെ മേടിച്ചത്. പക്ഷേ രണ്ടിനും നമുക്ക് തൈകൾക്ക് ഒരു വീക്ക്നെസ് അല്ലാതെ വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഗ്രോത്ത് ഏകദേശം ഉണ്ട്. നമുക്ക് രണ്ടും കായ്ഫലങ്ങൾ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു വളം ആയിട്ട് നമ്മൊന്നും ചെയ്തിട്ടില്ല. ഇതിന് നമ്മൾ ആകെ ഇതിന് ചെയ്തിരിക്കുന്ന വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മുമ്പ് ചെയ്തപ്പോൾ ഇതിങ്ങനെ കാട് പിടിച്ചിരിക്കുന്ന പറമ്പായിരുന്നു. അപ്പോൾ ആ കാടിലുള്ള ചപ്പ് ചവറുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ വെട്ടി ഒതുക്കിയൊരു രേഖയിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് വെട്ടി കൂട്ടുക ചെയ്തത്. അതിനുശേഷം നമ്മൾ പച്ചച്ചാണം കൊണ്ടിട്ടു. അതിൻ്റെ മുകളിൽ റോക്ക് ഫോസ്ഫേറ്റ് സംഭവം ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കുമ്മായം അതിൻ്റെ മുകളിൽ നമ്മൾ പച്ചച്ചാണം കലക്കി ഒഴിക്കുക, അങ്ങനത്തെ പരിപാടി ജൈവിക രീതിയിലാണ് നമ്മൾ കൂടുതലും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇല്ല, ഇതിലിപ്പോൾ ലാഭവും നഷ്ടമല്ല. നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് കൃത്യമായ ഔട്ട്പുട്ട് കിട്ടിയാൽ മതി. ഇപ്പം അത് മുൻപോട്ട് പോകുമ്പോഴും റിസൾട്ട് ഉണ്ട് നമുക്ക് എന്തായാലും. അപ്പോൾ പിന്നെ നമ്മൾ ഇതുകൊണ്ട് മുൻപോട്ട് പോകണം. നമുക്ക് മറ്റു കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടെ കൂട്ടി. ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരും കുന്നംകുളത്തും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനം. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയല്ലെന്ന് CPI വ്യക്തമാക്കി കഴിഞ്ഞെന്ന് CPI നേതാവ് കെ രാജൻ. ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന് കാരണമെന്ന അഭിപ്രായവും CPIക്കില്ല. തിരുത്തലുകൾ വരുത്തിയും പഠിച്ചും ഇടതുപക്ഷ മുന്നണി തിരിച്ചുവരുമെന്നും കെ രാജൻ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ച ജനങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ബോധ്യപ്പെട്ടതായും കെ രാജൻ. മലമ്പുഴയിലെയും ഒറ്റപ്പാലത്തെയും UDF സ്ഥാനാർത്ഥികൾ 1.5 മാസക്കാലത്തെ UDF പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ വില കുറച്ചു കാണരുതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KS ജയഘോഷ്. 2 മണ്ഡലത്തിലെയും തോറ്റ UDF സ്ഥാനാർത്ഥികൾക്ക് പരാതികൾ പറയാൻ പാർട്ടി വേദികളുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞതിനോട് യോജിക്കുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടു. 22ാം വാർഷികത്തിന്റെ ഭാഗമായി മെയ് 9, 10 തീയതികളിലായി ഷൊർണൂരിൽ 2 പ്രമുഖ നാടകങ്ങൾ അവതരിപ്പിക്കും. പ്രഭാതത്തിന്റെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ തികഞ്ഞ ചാരിതാർത്ഥ്യമാണ് ഉള്ളതെന്ന് ട്രസ്റ്റ് ചെയർമാൻ MR മുരളി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.